അപ്പോൾ ഈ നോളേജ് ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല എന്ന് വരും. വർക്കാവുമ്പോൾ നമുക്ക് പ്രോഫിറ്റും, വർക്കാകാത്തപ്പോൾ നമുക്ക് ലോസും വരും. അപ്പോൾ നോളേജ് എടുക്കുന്നവൻ എപ്പോഴും പ്രോഫിറ്റ് ലോസ് ജേണിയിലായിരിക്കും. ഒരാൾക്കും ഇത് വെൽത്തിലോട്ട് കണക്ട് ചെയ്യില്ല. വെൽത്തിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിയൽ ലാംഗ്വേജ് ആയിട്ടുള്ള പ്രോബബിലിറ്റി മാനേജ്മെന്റിലേക്ക് വരണം. പ്രോബബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മണി മാനേജ്മെന്റ് ആണ്. മണി മാനേജ്മെന്റ് എന്ന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, നമ്മൾ ക്യാപിറ്റലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1 lakh rupees, 1 ലക്ഷം രൂപയായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ, നല്ല നോളേജ് എടുത്തിട്ട് തന്നെ ആ 1 ലക്ഷം രൂപയുണ്ട് നമ്മളൊരു 100 ട്രേഡ് ചെയ്തു. ആ ക്യാപിറ്റലിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് നമ്മൾ 100 ട്രേഡുകളിലേക്ക് കൊണ്ടുപോയിട്ട് ആ 100 ട്രേഡിൽ പകുതിയിലധികം ട്രേഡുകൾ നല്ല നോളേജ് എടുത്തിട്ടും ചെയ്തിട്ട് ലോസ് ആയാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലിൻ്റെ മുകളിൽ വരണം നമ്മൾ 100ാമത്തെ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെ എന്തെങ്കിലുമുള്ള ഗ്യാരണ്ടീഡ് മണി മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ മാത്രം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ ജി സ്റ്റോക്ക് അക്കാദമി മുന്നോട്ട് വയ്ക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോളേജ് അല്ല, നമുക്ക് പ്രോബബിലിറ്റി മാനേജ്മെൻറ്റിലാണ് നമ്മൾ മാസ്റ്റർ ആവേണ്ടത്. അതായത് മണി മാനേജ്മെൻറ്റിലാണ് നമ്മൾ മാസ്റ്റർ ആവേണ്ടത്. നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് മേക്കിങ്ങിലല്ല.